ഇത് ബൊഗെയിൻവില്ലയുടെ സീസണാണല്ലോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതേപോലെ വലിയ ചട്ടുകളിലുള്ള ബൊഗെയിൻവില്ലയിൽ മാത്രമേ നിറയെ പൂക്കളുണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെയല്ല കേട്ടോ. ഒരു 4-5 ചട്ടിയിൽ ഞാൻ ഒരു ചെറിയ കമ്പ് നട്ടുപിടിപ്പിച്ചതാണ്. ഇപ്പം നോക്ക് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഊരി കാണിച്ചു തരാം. ഇതിനകത്ത് നിറയെ വേരുകളെല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്ക്, നിറച്ച് വേരുകളാണ്, ചെറിയ ചെറിയ നിറച്ച് വേരുകൾ. ഇതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഇതേപോലെ ചെറിയൊരു ബൊഗെയിൻവില്ലയുടെ കമ്പ് എടുത്തതിന് ശേഷം ഇലകളെല്ലാം വെട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ഈ ഇലകളിൽ കൂടെ വെള്ളാംശം നഷ്ടപ്പെട്ട് കമ്പ് വാടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതേപോലെ മണ്ണിലോട്ട് നന്നായി ടൈറ്റായിട്ട് ഉറപ്പിച്ച് നിർത്തണം. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഈർപ്പമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും. അതിനുശേഷം ഈ ചട്ടീനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി വയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളാംശം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് വെള്ളത്തുള്ളികൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്നുകൂടി നനച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ കമ്പ് വാടിപ്പോവും. ഇത് ഇപ്പോൾ നട്ടതിന് ശേഷം 1.5 മാസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഇലകളൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനെ പതുക്കെ വെയിലത്തോട്ട് വയ്ക്കാം. അപ്പോൾ അടുത്തത് വരുന്നത് നിറയെ പൂക്കളായിരിക്കും. ഇതേപോലെ ചട്ടിയിൽ 5-6 കമ്പുകൾ ചുമ്മാ നട്ട് പിടിപ്പിച്ചാൽ അപ്പോൾ നമുക്ക് നിറയെ പൂക്കളുണ്ട്.